ശ്രീ ശങ്കുട്ടിദാസ്, ഇന്നിപ്പോ മന്ത്രി എം പി രാജേഷ് പറയുന്നത് കേരളം ഇത് പൊറുക്കില്ല, നിർണായക ഘട്ടങ്ങളിൽ പിന്നിൽ നിന്ന് കുത്തുന്ന രീതി കേന്ദ്രത്തിന് അങ്ങനെ തന്നെയായി മാറിയിട്ടുണ്ട്. പാലക്കാട്ടെ ജനങ്ങളാണ് ഇതിന് തിരിച്ചടി നൽകാൻ ഉള്ള അവസരമുണ്ടായവർ എന്നുള്ളതാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയാകും എന്നുള്ള ആരോപണത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഞാനിപ്പോൾ ആരോപണത്തെ ഒന്നും കാണുന്നില്ല. ഞാനിപ്പോൾ കാണുന്നത് ഈ ചർച്ചയിലിരിക്കുന്ന ലതിക എന്ന് പറയുന്ന ആ ചേച്ചിയുടെ സങ്കടമാണ്. നോക്കൂ ചേച്ചി, എനിക്ക് വയനാടിൻ്റെ കാര്യത്തിൽ വ്യക്തിപരമായി വലിയ വിഷമമുള്ള ആളാണ്. വ്യക്തിപരമായിട്ട് നഷ്ടം സഹിച്ചിട്ടുള്ള ആളാണ് ഞാൻ. എൻ്റെ ഏട്ടൻ വയനാട്ടിൽ ബിസിനസ് നടത്തുന്ന ഒരാളായിരുന്നു. ഈ വയനാട് പ്രകൃതി ദുരന്തത്തിൽ ആ ബിസിനസ് മുഴുവൻ നഷ്ടപ്പെട്ട് മാസങ്ങളായിട്ട് അവിടെ ആ സ്ഥാപനം തുറക്കാൻ പോലും കഴിയാതെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ പോലും സഹിച്ചിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ആൾ തന്നെയാണ് ഞാൻ. വയനാടിൻ്റെ ദുരന്തം നമ്മളെയൊന്നും ബാധിക്കാത്തൊരു പ്രശ്നമാണെന്നും അത് നിങ്ങളുടെ മാത്രം ഒരു സ്വകാര്യ ദുഃഖമാണെന്നും ദയവായിട്ട് ചേച്ചി വിചാരിക്കരുത്. നിങ്ങളുടെ ദുഃഖം അതേപോലെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഞങ്ങൾ. ഇവിടെ ചേച്ചിയെ കൊണ്ട് ഇങ്ങനെ കേന്ദ്ര സർക്കാർ ഞങ്ങളോട് കരുണ കാണിച്ചില്ലെന്ന് പറയിച്ചിട്ടുള്ള ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തോടാണ് ശരിക്കും എൻ്റെ കലഹം. കാരണം നിങ്ങളെ ഇവരെല്ലാവരും കൂടി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പറ്റില്ല. അത് നിയമത്തിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇല്ലാത്തൊരു കാര്യം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി നിങ്ങളെപ്പോലുള്ള ആളുകളോട് കേന്ദ്രം എന്തോ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ദുരന്തം തുടരുന്നത് എന്ന് വരുത്തി തീർക്കാനും സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഓടി ഒളിക്കാനുമുള്ള ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളുടെ ഗൂഢാലോചനയാണ് ചേച്ചി ഈ ഒരു ചർച്ചയിൽ ഇങ്ങനെ എത്തിച്ചത്. എനിക്ക് ആ കാര്യത്തിൽ വലിയ വിഷമമുണ്ട്. എനിക്ക് ചേച്ചിയോട് തർക്കിക്കാനോ അതിൻ്റെ മറ്റു വശങ്ങളെ പറ്റി വിശദീകരിക്കാനോ സാധിക്കില്ല. ഇത് ഇങ്ങനെയല്ല ഈ ഫോർമാറ്റ് പോകേണ്ടിയിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം. നോക്കൂ, കേന്ദ്ര സർക്കാർ ഏതെങ്കിലും ഒരു സഹായം ചെയ്യില്ല. ആരാണത് ഇടപെടുന്നത്? ഹലോ, ഞാനൊരു ഒരൊറ്റ ചോദ്യം, ഒരു സെക്കൻഡിലേക്കുള്ള ചോദ്യം ഉണ്ടായിട്ട്, അതെ, ഒറ്റ ചോദ്യം ശ്രീ ആരിഫ്, നിങ്ങളോട് ഞാൻ വേറെ സംസാരിക്കാം. ഞാൻ എൻ്റെ നിങ്ങളോട് ഞാൻ വേറെ സംസാരിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ഒരാക്ഷേപം ശ്രീമാൻ ആരിഫ്, നിങ്ങളുടെ താല്പര്യവും പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം. ശ്രീ എം പി രാജേഷ് പോലും ഇന്ന് പറഞ്ഞത് പാലക്കാട്ടെ ജനങ്ങൾ ഇതിന് മറുപടി പറയുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വയനാട്ടിലെ പ്രശ്നമല്ല, നിങ്ങൾക്ക് പാലക്കാട് തെരഞ്ഞെടുപ്പാണ് പ്രശ്നമെന്ന് എനിക്കറിയാം. രാഷ്ട്രീയം നമുക്ക് തമ്മിൽ സംസാരിക്കാം. ഒരു ദുരന്തബാധിതയെ നമുക്കിടയിൽ കൊണ്ടുവച്ചിട്ട് അവരുടെ വേദനയും അവരുടെ കണ്ണീരും ഇവിടെ നടുവിൽ വെച്ചിട്ട് എന്നെ സമ്മർദ്ദത്തിലാക്കിയിട്ടും പ്രതിരോധത്തിലാക്കിയിട്ടും അതിൻ്റെ മേലെ വൈകാരിക വിജയം നേടാനുള്ള ആ തന്ത്രം ശരിയല്ല. അതൊരു ചർച്ചയിൽ ഫെയർ ആയിട്ടുള്ള രീതിയല്ല. നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാം. ശ്രീ ശങ്കുട്ടിദാസ്, നോക്കൂ, ഇവിടെ ഇരിക്കുന്ന മറ്റു 3 അതിഥികളും കൃത്യമായ രാഷ്ട്രീയ സ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് BJPക്ക് കേരളം എന്ന് പറയുന്നത് കേരളമല്ല, മന്ത്രിമാർ പറയുന്നത് കേരളമല്ല, BJP എന്ന് അങ്ങനെ വ്യത്യസ്തമായി കാണേണ്ടി വരുന്നത്. ഈ ചർച്ചയിൽ നിങ്ങൾ എന്ന് ഒരു ഘട്ടത്തിൽ ചോദിച്ചു, ഒരു ഘട്ടത്തിൽ ശ്രീ ശങ്കുട്ടിദാസ് ഉപയോഗിച്ചു. അപ്പോൾ ഈ നിങ്ങൾ എന്ന് പറയുന്നതിൽ BJP ഇല്ല എന്നുള്ളതാണോ? ഞാൻ ജിതിക പ്രേമിനെ വിളിച്ചത് വയനാട്ടിലെ ദുരന്ത ബാധിത എന്നുള്ളതാണ്. അവരെ കേൾക്കണ്ടേ ദിവസം? അവരെ കേൾക്കണ്ടേ? തീർച്ചയായിട്ടും അവരെ കേൾക്കണം. അവർക്ക് വേണ്ടി നിങ്ങളൊരു പ്രത്യേക പങ്ക്തി തന്നെ വെക്കണമായിരുന്നു. അതല്ലാതെ ഇതിന്റെ മുകളിൽ നിയമവും സാങ്കേതികയും പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ തർക്കത്തിനിടയിലേക്കല്ല അവരെ കൊണ്ടുവരേണ്ടിയിരുന്നത്. അവർക്ക് വേണ്ടി ഒരു പ്രത്യേക ഒരു എപ്പിസോഡ് തന്നെ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. അവർ നിങ്ങൾക്ക് അഭിമുഖം ചെയ്യാമായിരുന്നു. അവരുടെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഒരാളെ ഒഴിച്ചു നിർത്തേണ്ടതുണ്ട് എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ്. അവർക്ക് വേണ്ടി ഒരു പ്രത്യേക എപ്പിസോഡ് എന്ന് വെച്ചാൽ വയനാട്ടിലെ ദുരന്തങ്ങളെ കുറിച്ച് എത്ര എപ്പിസോഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്ന് വയനാട്ടിലെ ആളുകളുടെ മാത്രം പ്രതികരണം അല്ല, നിങ്ങളെല്ലാവരും നിങ്ങളുടെ അജണ്ടകളൊക്കെ നന്നായി ആടിക്കോളൂ. എനിക്ക് തർക്കമൊന്നുമില്ല. ഞാൻ എന്തായാലും ഈ ഒരു സംവിധാനത്തിൽ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നതും നമ്മളെല്ലാവരുമാണ്. നിങ്ങൾ എങ്ങനെയാണ് ആവുന്നത്? എല്ലാത്തിനും എന്തിനാണ് നിങ്ങൾ 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 എന്ന് പറയുന്നത്? അല്ലേ, ഒരു ചർച്ചയുടെ ഫോർമാറ്റ് നിശ്ചയിക്കപ്പെടുന്നത്, അതിൻ്റെ ആദ്യത്തെ അവതരണം പറയപ്പെടുന്നത്, അതിലെ ഊഴം നിശ്ചയിക്കപ്പെടുന്നത്, ഇതൊന്നും നിഷ്കളങ്കമായി സംഭവിക്കുന്നതാണെന്ന് ഞാൻ വിചാരിക്കില്ല. ആ കാര്യത്തിലേക്ക് എനിക്ക് എൻ്റെതായിട്ടുള്ള പക്ഷങ്ങൾ സൂക്ഷിക്കാനുള്ള അധികാരമുണ്ടല്ലോ. അധികാരമുണ്ട്, പക്ഷെ അത് അധിക്ഷേപമാകരുതല്ലോ. ഒരു ചർച്ചയുടെ അവതാരികയിൽ ഞാൻ അത് വീണ്ടും വായിച്ച് അങ്ങേ കേൾപ്പിച്ചിട്ട് ചോദിച്ചു, ഇതിൽ എവിടെയാണ് ഗൂഢാലോചന? അങ്ങ് ഗൂഢാലോചന ആരോപിച്ചപ്പോൾ അങ്ങ് പിന്നീട് ആ ഗൂഢാലോചനയിൽ നിന്നില്ല എന്ന് തോന്നുന്നു. ഊഴം ദാ നോക്കൂ, അങ്ങയിൽ തുടങ്ങി ആരിഫിൽ പോയി, ശ്രീ ശബരിനാഥിൽ പോയി, ജിദ്ദികയിൽ പോയി, വീണ്ടും ഞാൻ അങ്ങയിലേക്കാണ് വരുന്നത്. അവിടെ എന്തെങ്കിലും അട്ടിമറി നടക്കുന്നുണ്ടോ? അങ്ങനെ അവസരം ഞാൻ കവർന്നെടുത്തോ? ആരോപണം മാത്രമാണ്. എന്റെ അവസരം കവർന്നെടുക്കുന്നില്ല.
അതെ അതെ, ലതികയ്ക്ക് ഉത്തരം പറയേണ്ടത് ഈ ചർച്ചയിൽ ഞാൻ മാത്രമാവുന്നതിലുള്ള സെറ്റിംഗ് ആണ് ഞാൻ പറഞ്ഞത്. അത് എന്തെങ്കിലും ആവട്ടെ, ഞാൻ എന്തായാലും അവരോട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഈ ചർച്ചയിൽ നമ്മൾ വന്ന് പെട്ടുപോയല്ലോ. അതായത് ആ ചേച്ചി എത്ര തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. കേന്ദ്രം ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തത് കൊണ്ടാണ് വയനാട്ടിന് ദുരന്തം ഇപ്പോഴും തുടരുന്നത്. കേന്ദ്രം കുറച്ച് കരുണ കാണിച്ചാലേ ഞങ്ങളുടെ ജീവിതം രക്ഷപ്പെടുള്ളൂ എന്ന് കേരളത്തിലൊരു സാധാരണ മനുഷ്യരെ കൊണ്ട് അങ്ങനെ പറയിക്കുന്ന അന്തരീക്ഷം എത്ര വിഷലിപ്തമാണെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഈ കേന്ദ്രമന്ത്രി അയച്ചിട്ടുള്ള കത്തിനെ ആശ്രയിച്ചോട്ടാണല്ലോ ഈ ചർച്ചയൊക്കെ നടക്കുന്നത്. കേന്ദ്രമന്ത്രി അയച്ചിട്ടുള്ള കത്തിൽ പറയുന്നുണ്ടോ കേന്ദ്രം ഏതെങ്കിലും തരത്തിൽ വയനാട്ട് സഹായം ചെയ്യില്ല എന്ന്? ആ കത്തിന്റെ അവസാന ഭാഗം വായിക്കാൻ തന്നെ നിങ്ങൾ അനുവദിക്കണം. ഈ പറയുന്ന സാങ്കേതികതയൊക്കെ പറഞ്ഞു, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള പ്രൊവിഷൻസ് ഇല്ല എന്ന് പറഞ്ഞു. പിന്നീട് ഇതുവരെ SDRF-ലേക്ക് NDRF-ൽ നിന്ന് കൊടുത്തിട്ടുള്ള ഫണ്ടിന്റെ അലോക്കേഷൻസിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം അവിടെ കേന്ദ്ര സർക്കാർ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. എല്ലാം വിശദീകരിച്ചതിന് ശേഷം ആ കത്തിൽ പറയുന്നത് ഫർദർ ആസ് യു മേ ഓൾസോ ബി അവെയർ ദാറ്റ് ഇൻ ദ വ്യൂ ഓഫ് ദി ഇൻസിഡന്റ് ഓഫ് ദി ലാൻഡ്സ്ലൈഡ്സ് an IMCT was constituted. അത് പറയുന്നുണ്ടല്ലോ, ഐ വുഡ് ലൈക്ക് ടു അഷ്യൂർ യു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിൽ കണ്ടിന്യൂ ടു എക്സ്റ്റെൻഡ് all possible support to the state government in this endeavor. അതായത് ഇനിയും ഞങ്ങളാൽ സാധ്യമായിട്ടുള്ള മുഴുവൻ സഹായവും തുടരാനുള്ള പ്രക്രിയ ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന. അപ്പോൾ ഇവിടെ ഒരു പ്രൊസീജിയർ ഉണ്ട്, ഒരു മാനദണ്ഡമുണ്ട്. എന്താണ് ആ മാനദണ്ഡം? ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു IMCT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഒരു ഇന്റർ മിനിസ്റ്റീരിയൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അവർ ആ പ്രദേശം പോയി പഠിക്കും. ആ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു റിപ്പോർട്ട് സമർപ്പിക്കും. ഇതിനുശേഷം സംസ്ഥാനങ്ങൾ PDNA എന്ന് പറയുന്ന ഒരു സംവിധാനം രൂപീകരിക്കണം. അതായത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ്, ദുരന്തത്തിന് ശേഷമുള്ള ആവശ്യങ്ങൾ എന്താണെന്ന് പഠിച്ചുകൊണ്ടുള്ള ഒരു PDNA തയ്യാറാക്കണം. ആ PDNA ഒരു ഒഫീഷ്യൽ മെമ്മറാണ്ടത്തിനൊപ്പം കേന്ദ്രത്തിൽ സമർപ്പിക്കണം. ഈ PDNA പരിശോധിച്ചതിന് ശേഷം ഹൈ ലെവൽ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ട് ഹൈ ലെവൽ കമ്മിറ്റിയാണ് ഇതിൽ എന്താണ് അസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റുക തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ബീഹാറിന് സഹായം കൊടുത്തു എന്ന് പറഞ്ഞു, നിങ്ങൾ ആന്ധ്രാപ്രദേശിന് സഹായം കൊടുത്തു എന്ന് പറഞ്ഞു. എങ്ങനെ സഹായം കൊടുത്തു? അവർക്കൊന്നും ഇമ്മീഡിയറ്റ് റിലീഫായിട്ട് SDRF-ൽ നിന്നോ NDRF-ൽ നിന്നോ പണം എടുത്ത് കൊടുത്തതല്ല, ബജറ്റിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുത്താണ്. ബജറ്റിൽ അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പ്രോജക്റ്റ് സമർപ്പിക്കണം. ദുരിതാശ്വാസത്തിന് ഞങ്ങൾ വയനാട്ടിൽ ഇത്തരത്തിലുള്ള ദുരിതാശ്വാസ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ബീഹാറിന് 11,000 കോടി ബീഹാറിന് 11,000 കോടി കൊടുത്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കോസി മേച്ച റിവർ ലിങ്കിങ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഭാവിയിൽ ഫ്ലഡ് നിയന്ത്രിക്കാനുള്ള ഒരു പ്രോജക്റ്റ് അവർ സമർപ്പിച്ചു. ആ പ്രോജക്റ്റിലാണ് ഫണ്ട് കൊടുക്കുന്നത്. സാങ്കേതികമായ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ഉദാഹരണങ്ങളിലേക്ക് പോയതുകൊണ്ട് ഞാൻ ഇടപെട്ടോട്ടെ. ശ്രീ ശങ്കുട്ടി ദാസ്, ഇപ്പോൾ അങ്ങ് ജിതികയെ ചേച്ചി എന്ന് വിളിക്കുകയും അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും അവരോട് കുറച്ചുകൂടി വളരെ അടുത്തൊന്ന് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഞാനിവിടെ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വയനാട്ടിലെ ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയിൽ നിന്ന്, ആ സർക്കാരിൻ്റെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയിൽ നിന്ന് ഇതാണ് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാനത് കേൾക്കുകയാണ്. ഞാനൊരു ഒറ്റ അക്ഷരം മിണ്ടുകയോ ഇടപെടുകയോ ചെയ്തിട്ടില്ല. അങ്ങ് പറയുന്ന അജണ്ട ഒക്കെ അങ്ങയുടെ ചിന്തയും അങ്ങയുടെ മുൻവിധിയും ഒക്കെയാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയാൻ താല്പര്യപ്പെടുന്നു. പിന്നെ അവസാനത്തെ സെന്റൻസ് മാത്രമായിട്ട് വായിക്കല്ലേ ശ്രീ ശങ്കുട്ടി ദാസ്. അതിനു മുൻപ് ഈ 3-ാമത്തെ പാരഗ്രാഫിൽ ഈ SDRF-ലുള്ള മുഴുവൻ തുകയും അതിന്റെ ബാലൻസും 2 ഇൻസ്റ്റാൾമെന്റും ഒക്കെ പറയുന്നുണ്ട്. ദസ് സഫിഷ്യന്റ് ഫണ്ട്സ് ആർ അവൈലബിൾ ഇൻ ദ SDRF അക്കൗണ്ട് ഓഫ് ദ സ്റ്റേറ്റ് ഫോർ ദ റിലീഫ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നുണ്ട്. അവിടെ ഇപ്പൊ ആവശ്യത്തിനുള്ള പൈസ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇനി തരേണ്ട കാര്യമില്ല എന്ന് തന്നെയാണല്ലോ അല്ലേ? അല്ല, അങ്ങനെയല്ല. നിങ്ങൾക്ക് റിലീഫ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം? റിലീഫ് എന്ന് പറയുന്നത് ദുരിതാശ്വാസം എന്നാണ് അർത്ഥം. ദുരിതാശ്വാസം മാത്രമല്ല ഒരു പ്രകൃതി ദുരന്തം നടന്ന സ്ഥലത്ത് വേണ്ടത്. അവിടെ പുനരധിവാസം ഉണ്ട്, പിന്നീട് പുനർനിർമ്മാണം ഉണ്ട്. ഈ SDRF-ൽ നിന്ന് നമുക്ക് റിലീഫ് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. റിലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടിയന്തരമായിട്ട് ആ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾക്ക് അടിയന്തരമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇപ്പോഴും നമ്മളത് ചെയ്തിട്ടില്ല. 782 കോടി രൂപ SDRF-ൽ വെച്ചിട്ടുള്ള സംസ്ഥാനം അവിടെ ഇപ്പോഴും ആളുകൾ വാടക വീടുകളിൽ താമസിക്കുകയാണ്. അവർക്ക് ഇപ്പോഴും താൽക്കാലികമായിട്ട് സർക്കാർ ചെലവിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അവർക്ക് ജോലി പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഇതാണ് റിലീഫ്. ഇതാണ് റിലീഫ്.